പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട്. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടക്കരുതെന്ന ഉപാധിയോടെയാണ് 2022 കോടതി ചെന്താമരയ്ക്ക് ജാമ്യം നൽകിയത്. 2023 നെന്മാറ പഞ്ചായത്ത് പരിധി മാത്രമാക്കി ജാമ്യയിളവ് ചുരുക്കി. പ്രതി ഉപാധി ലംഘിച്ചെന്ന് കണ്ടെത്തിയിട്ടും ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചതുമില്ല. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും. പാലക്കാട്ട് നിന്ന് നിഖിൽ, പോലീസ് പ്രതിക്കൂട്ടിലാണല്ലോ ഈ സംഭവത്തിൽ. ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ സ്വാഭാവികമായും അയാളുടെ ജാമ്യം റദ്ദാക്കപ്പെടേണ്ടതാണ്. അത് ലംഘിക്കപ്പെട്ടു എന്ന കാര്യം കോടതിയെ അറിയിക്കേണ്ട ചുമതല പ്രോസിക്യൂഷനും പോലീസിനുണ്ട്. ആ ചുമതല വഹിക്കുന്നതിൽ, അത് നിർവഹിക്കുന്നതിൽ പോലീസ് ഗുരുതര വീഴ്ച വരുത്തിയെന്നതാണ് പ്രാഥമികമായി തന്നെ ബോധ്യപ്പെടുന്നത്. ഇതിൽ നടപടി ഉണ്ടായേക്കും പോലീസുകാർക്കെതിരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ എന്നാണോ നമ്മൾ ഈ ഘട്ടത്തിൽ കരുതേണ്ടത്? തീർച്ചയായിട്ടും വിജയകുമാർ, അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെ ഇപ്പോൾ തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 2022 ഇദ്ദേഹത്തിന് ഈ പ്രതിക്ക് ജാമ്യം അനുവദിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന ഉപാധി നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്നുള്ളതാണ്. 2023 അതിനൊരു ഇളവ് നൽകിക്കൊണ്ട് നെന്മാറ പഞ്ചായത്ത് എന്നുള്ള തരത്തിലേക്ക് അത് ഇളവ് നൽകിക്കൊണ്ട് അത് പുനഃക്രമീകരിക്കപ്പെട്ടു. അപ്പോൾ തന്നെ പോലീസ് ഈ രണ്ട് ജാമ്യങ്ങളെയും പോലീസ് എതിർത്തിരുന്നു. ഇളവ് നൽകിയപ്പോൾ അതിനെയും എതിർത്തിരുന്നു. അത് ശരിയാണ്. എന്നിരിക്കെ ഈ പ്രതി ഈ നേരത്തെ കൊല്ലപ്പെട്ട സജിതയുടെ വീടിൻ്റെ തൊട്ട് ഏതാണ്ട് ഒരു മതിലിനപ്പുറമുള്ള വീട്ടിൽ വന്ന് താമസിക്കുന്നു എന്നുള്ള കാര്യം ഈ സുധാകരന്റെ മകൾ തന്നെ പരാതിയായി നൽകിയിട്ട് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച പുഷ്പയടക്കം പരാതിയായി നൽകിയിട്ട് പുഷ്പ 3 തവണ പരാതി നൽകിയെന്നാണ് പറയുന്നത്. എന്നിരിക്കെയോ ആ പരാതികളൊന്നും തന്നെ പോലീസ് പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു പരാതി പരിഗണിച്ച് ഈ പ്രതിയുടെ ജാമ്യം റദ്ദാക്കിയിരുന്നെങ്കിൽ ഈ നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകം ഇന്നിപ്പോൾ ഇവിടെ നടക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിന് പിന്നിൽ പോലീസിന് വലിയ പങ്കുണ്ട്. ഈ കൊലപാതകം തടയുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ ഈ നാട് ഉറങ്ങാതെ എങ്ങനെ കാത്തിരിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കിയത്. ഇവിടെയുള്ള ആളുകളൊന്നും ഉറങ്ങിയിട്ടില്ല വിജയകുമാർ. നമുക്ക് പുറത്തവിടെയൊക്കെ കാണാൻ കഴിയും. വീടിൻ്റെ സമീപത്തെ ആളുകളൊക്കെ പേടിയോടുകൂടി, ആശങ്കയോടുകൂടി കഴിയുകയാണ്. കാരണം ഇത്തരത്തിൽ ഒരു മനോവൈകൃതം പ്രകടിപ്പിക്കുന്ന പ്രതി ഏത് നിമിഷവും ഇവിടേക്ക് മടങ്ങിയെത്തും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. 4 പേരാണ് അയാളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 പേരെ കൊലപ്പെടുത്തി കഴിഞ്ഞു. 2 പേരെ കൂടി കൊലപ്പെടുത്തുമെന്ന് പ്രതി പറയുകയും ചെയ്തിരുന്നു. അതിൽ 2 പേരിൽ ഒരാൾ ഇപ്പോഴും ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. മറ്റൊരാൾ പേടിച്ച്, ഇയാളോടുള്ള പേടി മൂലം ഇവിടെ നിന്ന് ഇപ്പോൾ അവർ വീട് മാറി സീരിയൽ കില്ലറുടെ സ്വഭാവത്തിലേക്ക് ഉള്ള പെരുമാറ്റമുള്ള, ആ നിലയിൽ പക കൊണ്ട് നടക്കുന്ന അങ്ങനത്തെ ഒരു മനോവൈകൃതമുള്ള ഒരു കൊടും കുറ്റവാളിയാണ് നമ്മളുടെ അല്ലെങ്കിൽ ആ നാട്ടിൽ ഇത്രയും കാലം ജീവിച്ചത്. അപ്പോൾ അയാൾ ഇനിയും പോലീസിനെ വെട്ടിച്ചു പോയി ഒളിവിൽ നിന്നിട്ട് വീണ്ടും തിരികെ ഈ നാട്ടിലേക്ക് വന്ന് 2 പേരുടെ ലിസ്റ്റ് അയാളുടെ പക്കലുണ്ട്. അവരെ ഉപദ്രവിക്കുമോ എന്ന ആശങ്ക സ്വാഭാവികമായും ഉണ്ട്. പോലീസ് ഈ പ്രതിയെ തെരഞ്ഞിപ്പോൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ തിരുപ്പൂരിലേക്ക് ഒരു സംഘം പോയിട്ടുണ്ട്. നെല്ലിയാമ്പതി മലനിരകളിൽ തെരച്ചിൽ നടത്തിയെന്ന് കേൾക്കുന്നു. പോലീസിന്റെ അന്വേഷണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരനെയും കൊണ്ട് ഇപ്പോൾ തിരുപ്പൂരിലേക്ക് ഒരു സംഘം പോയിട്ടുണ്ട്. അവിടെ ചില ബന്ധുക്കളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇവിടുന്ന് നെല്ലിയാമ്പതി മലനിരകളൊക്കെ കടന്നാൽ ഈ പ്രതിക്ക് എളുപ്പത്തിൽ തമിഴ്നാട് പിടിക്കാൻ കഴിയും. അതിനുള്ള ഊടുവഴികളൊക്കെ ഉണ്ട്. ലോറി ഡ്രൈവർ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം പ്രതിക്കുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. മറ്റൊരു സാധ്യത, ഇയാൾക്ക് വിശപ്പടക്കാൻ കഴിയില്ല. വിശപ്പ് അധിക സമയം അത് ഹോൾഡ് ചെയ്യാൻ, വിശന്നിരിക്കാൻ പ്രതിക്ക് കഴിയില്ല. ഇതാണ് നേരത്തെ സജിത കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ DSP ആയിരുന്ന ദേവസിയും നിലവിലത്തെ ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള മുരളീധരനും പറയുന്ന ഒരു കാര്യം, ഈ പ്രതിക്ക് വിശപ്പ് സഹിച്ചിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രതി വിശന്നാൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്, ഇവിടുന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീടുണ്ട്, അവിടേക്ക് എത്തുമെന്ന് പോലീസ് കരുതുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് ഈ കേസന്വേഷണത്തിൽ ഉണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരടക്കം 7 പേരെ ആ വീടിൻ്റെ വിവിധ ഇടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. പ്രതി അവിടേക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വിശപ്പടക്കാനോ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പോലീസ് സംഘം കരുതുന്നത്. ആ സമയത്ത് പിടികൂടാമെന്ന് അവർ കരുതുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ പ്രതി ഈ കൊലപാതകത്തിന് മുൻപ് ചില കാര്യങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് നേരത്തെ സജിതയെ കൊലപ്പെടുത്തിയപ്പോൾ ഉണ്ടായിരുന്ന അതേ രീതിയാണ്. ഒരു മോഡ്സ് ഓഫ് ഓപ്പറandi എന്ന് പറയുന്നത്, ഈ പ്രതി വടിവാളെടുത്ത് തൻ്റെ വീടിന് മുറ്റത്തുള്ള ശീമക്കൊന്നയിൽ നിരന്തരം വെട്ടി അതിൻ്റെ മൂർച്ച ഉറപ്പുവരുത്തി, അതായത് ഈ വാളിന് നല്ല മൂർച്ചയുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു അന്ന് സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സമാനമായ രീതി തന്നെയായിരുന്നു പ്രതി ഇന്നും അവലംബിച്ചത്. ഈ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്നതിന് മുൻപായിട്ട് ഈ പ്രതി വീടിൻ്റെ മുറ്റത്തുള്ള ശീമക്കൊന്നയിൽ നിരന്തരം വെട്ടുന്നു. അതിന് വടിവാളിന് നല്ല മൂർച്ചയുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് പ്രതി ഇരുവരെയും
രണ്ടുപേരെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. അത്തരത്തിൽ കൃത്യമായ ആസൂത്രണം ചെയ്തൊരു കൊലപാതകം, പോലീസിന് തടയാൻ പറ്റാതെ വന്നൊരു കൊലപാതകം, പോലീസ് വീഴ്ച കൊണ്ട് സംഭവിച്ച കൊലപാതകം. എന്തായാലും ഈ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിത ശ്രമങ്ങൾ നടക്കുന്നു. നാളെ രാവിലെ 8 മണിക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികളും ആരംഭിക്കും. വിജയകുമാർ. ശരി നിഖിൽ, എന്തായാലും ഒരു ഉള്ളിൽ ഒരു ആന്തലുണ്ടാക്കുന്ന പെരുമാറ്റം, അതാണ് ഈ യഥാർത്ഥത്തിൽ പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിന്റെ വിവരങ്ങളാണ് വരുന്നത്. ഒരു സീരിയൽ കില്ലറെ പോലെ പെരുമാറുന്ന, അല്ലെങ്കിൽ അതേ പെരുമാറ്റമുള്ള, വൈകൃതമുള്ള ഒരു മനുഷ്യൻ, അയാളാണ് ആ നാട്ടിൽ ജീവിച്ചത്. 2 ജീവൻ എടുത്തു. അയാളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇനി 2 പേർ കൂടി ഉണ്ട്. അവരവരുടെ ആശങ്ക നേരത്തെ പങ്കുവയ്ക്കുകയായിരുന്നു. പോലീസ് ഇതിൽ പ്രതിക്കൂട്ടിലാണ്. പരാതി ഒന്നല്ല, നിരവധി പോലീസിന് ലഭിച്ചതാണ് ഇയാളെ സംബന്ധിച്ച്. പക്ഷേ ആ ഘട്ടത്തിൽ ഒന്നും നടപടിയെടുത്തില്ല. തന്നെയുമല്ല, ഇയാൾ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് അയാളുടെ സ്വന്തം വീട്ടിൽ താമസിക്കുകയാണെന്ന് പോലീസ് അറിഞ്ഞിട്ടും അതിൽ നടപടി ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം പോലീസിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. നടപടി ഉണ്ടായേക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്ന വിവരം കൂടി പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ